കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ഇവിടെ വിട്ടുപോയാൽ പെറോട്ട അടിക്കാനോ കൂലിവേല ചെയ്യാനോ ഒരു സംസ്ഥാനം പോലും ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ഓർമ്മിച്ചിരിക്കുന്നത്. യഥാർത്ഥ ഏകാധിപതി പിണറായി വിജയനാണ്. യഥാർത്ഥ സ്വേച്ഛാധിപതി പിണറായി വിജയനാണ്. നമുക്ക് ഇവന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ഒരു കാര്യം മനസ്സിലാക്കുക, അപ്പോ കൃത്യമായിട്ട് കെ മുരളീധരന് നമ്മൾ കൊടുക്കേണ്ട ഒരു മറുപടി അത് അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ ഇവിടെ തന്നെ വെച്ചുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക് കൊടുക്കണം. വിജിലൻസ് കേസ് നിലവിലുള്ള ഒരു വ്യക്തി, അപ്പോൾ ഒരു കള്ളനും പോലീസും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് വി കെ പ്രശാന്ത്. ഈ കോൺഗ്രസ് ഉണ്ടാക്കിയ ജവഹർലാൽ നെഹ്റുവിനെയും മഹാത്മാഗാന്ധിയെയും ഇന്ദിരാഗാന്ധിയെയും വരെ ചീത്ത വിളിച്ച് അദ്ദേഹം നല്ല ഒരു കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയും ഓടി ഒളിച്ചപ്പോ അവർക്ക് ചേക്കേറാൻ വേണ്ടിയിട്ടും ബെറോട്ട അടിക്കാനും കേരളം ഉണ്ടായിരുന്നു എങ്കിൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം തന്ത്രങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യണം, കൃത്യമായിട്ട് അവരാരാണ് എന്താണ് എന്നുള്ളത് സാധാരണ ജനങ്ങളെ എങ്ങനെ ബോധ്യപ്പെടുത്താം, വിജയം എങ്ങനെ കരസ്ഥമാക്കാം, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ നമ്മൾ ഓരോ സ്ഥാനാർത്ഥികളെയും എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവിടെ ഉണ്ട് 3 സ്ഥാനാർത്ഥികളാണ്. ഒന്ന് ശ്രീലേഖ മാഡം, ഒന്ന് കെ മുരളീധരൻ, ഒന്ന് വി കെ പ്രശാന്ത്. ഓരോരുത്തരും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ വി കെ പ്രശാന്ത് ഇന്ന് അഴിമതി ആരോപണം നേരിടുന്ന വിജിലൻസ് കേസ് നിലവിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു കള്ളനും പോലീസും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് വി കെ പ്രശാന്ത്. റിട്ടയർമെന്റ് ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് ശ്രീലേഖ മാഡം. അപ്പോൾ കള്ളനും പോലീസും കളിയാണ് ഇവിടെ നടക്കുന്നത്, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാല് അഴിമതി കേസിൽ വിജിലൻസ് അന്വേഷണം നടത്തുന്ന ഒരു സ്ഥാനാർത്ഥിയും കേരളത്തിന്റെ തന്നെ പോലീസിന്റെ തലപ്പത്തുണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥിയും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അടുത്തൊരു സ്ഥാനാർത്ഥിയെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ കെ മുരളീധരൻ. അദ്ദേഹം നല്ല ഒരു കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം നിൽക്കുന്ന എന്റെ പാർട്ടിക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളോടെല്ലാം എനിക്ക് കടമയുണ്ട്. ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആയതിന്റെ പിന്നിലെ പ്രവർത്തിച്ച ആൾക്കാരാണ് നിങ്ങൾ. അപ്പോ ഞാൻ ഒരു ദിവസം എന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ എല്ലാവരെയും വലിച്ചെറിഞ്ഞ് കളഞ്ഞ് വേറൊരു സ്ഥലത്ത് പോയാൽ ഞാൻ തിരിച്ചു വന്ന് വീണ്ടും നിങ്ങളോട് പറയാണ്, ഇനി ഞാൻ നിങ്ങളെ നോക്കിക്കോളാം, കുഴപ്പമില്ല, നിങ്ങൾ എന്നെ ഒരിക്കൽ കൂടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ഇതല്ലേ ഇവിടെ സംഭവിച്ചത്? ഈ മനുഷ്യനെ അദ്ദേഹത്തിന്റെ അച്ഛൻ പാർട്ടി മാറിയപ്പോൾ ഇദ്ദേഹവും കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹം പാർട്ടി മാറിയപ്പോൾ ഇദ്ദേഹവും പാർട്ടി മാറി ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ വിട്ടെറിഞ്ഞ് മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് പോയി. ഈ കോൺഗ്രസ് ഉണ്ടാക്കിയ ജവഹർലാൽ നെഹ്റുവിനെയും മഹാത്മാഗാന്ധിയെയും ഇന്ദിരാഗാന്ധിയെയും വരെ ചീത്ത വിളിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് എങ്ങനെയെങ്കിലും ഒരു 10 രൂപയുടെ ഒരു മെമ്പർഷിപ്പ് തന്നാൽ മതി, ഈ പാർട്ടിയിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാം, എനിക്ക് ഒരു സ്ഥാനവും മാനവും വേണ്ട എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിലേക്ക് തിരിച്ചു വരികയും ആ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വീണ്ടും അദ്ദേഹത്തെ അടുപ്പിച്ച് വട്ടിയൂർക്കാവിൽ ഒരു സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയും അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുകയും ചെയ്തു. എന്നിട്ട് അയാൾ കാണിച്ച വേല എന്താ? നെറുകേടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മണ്ഡലത്തില് ആൾക്കാരുടെ വോട്ട് വാങ്ങി ജയിച്ച് MLA ആയതിനു ശേഷം ഒരു MP സ്ഥാനം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇതിനെല്ലാം കളഞ്ഞിട്ട് നേരെ വടകരയിലേക്ക് ഓടിപ്പോയി. അതൊരു മര്യാദയാണ്. ഈ വട്ടിയൂർക്കാവിലെ ജനം അത് മറക്കോ? ഒരിക്കലും മറക്കൂല. അപ്പോ കൃത്യമായിട്ട് കെ മുരളീധരന് നമ്മൾ കൊടുക്കേണ്ട ഒരു മറുപടി അത് അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ ഇവിടെ തന്നെ വെച്ചുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക് കൊടുക്കണം. അതുകൊണ്ട് ശ്രീലേഖ മാഡത്തിനെ വിജയിപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ ആവശ്യമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, എന്താണ് കഴിഞ്ഞ കാലഘട്ടത്തിലെ നമ്മുടെ കോർപ്പറേഷന്റെ ഭരണം, എല്ലാവരും പറഞ്ഞു കോർപ്പറേഷന്റെ ഭരണവും ഇന്നത്തെ ഭരണവും നമ്മൾ വിലയിരുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു നടന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, കാരണം വളരെ പരിമിതമായിട്ടുള്ള ഒരു സമയമായിട്ടുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മേയറുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഈ സഞ്ചരിക്കുന്ന AC കാറ്, ഞാൻ ഇരിക്കുന്ന ഈ AC ഓഫീസ്, ഞാൻ ഉപയോഗിക്കുന്ന ഈ സംവിധാനങ്ങള്, ഇതെല്ലാം എന്റേതല്ല,
ഇതെല്ലാം സാധാരണക്കാരായിട്ടുള്ള നിങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. എന്നെ ഏത് സമയത്തും വന്ന് കാണാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇരിക്കേണ്ട ബാധ്യത എന്റെ ബാധ്യതയാണ്. ഞാൻ ഇരുന്നേ മതിയാവുള്ളൂ. എന്റെ സ്വകാര്യ കാര്യങ്ങൾക്കും എന്റെ ഇഷ്ടത്തിനും സമയം വിനിയോഗിക്കണമെങ്കിൽ ഞാൻ മറ്റൊരു കാര്യത്തിന് പോകണമായിരുന്നു. ഞാൻ മേയറായി ഇരിക്കുന്നിടത്തോളം കാലം, ഈ സുഖ സൗകര്യങ്ങളെല്ലാം അനുഭവിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ഓരോ ചോദ്യത്തിനും നിങ്ങളുടെ ഓരോ ആവശ്യത്തിനും മറുപടി കണ്ടെത്തി തരേണ്ടത് എന്റെ ബാധ്യതയാണ്, എന്റെ ഉത്തരവാദിത്വമാണ്. ഇങ്ങനെ പറയുന്നൊരു മേയർ വേറെ ഉണ്ടാവും. ഒന്ന് ആലോചിച്ച്. അപ്പൊ അത്തരത്തിലുള്ളൊരു മേയറെ നമുക്ക് കിട്ടി. അങ്ങനെ ഒരു സെൻട്രൽ ഗവൺമെന്റ് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇത്രയും വികസന സാധ്യതകൾ കഴിഞ്ഞ 10-70 വർഷം കൊണ്ട് ഭരിച്ച് നശിപ്പിച്ച് മുടിച്ചിട്ടിരുന്ന ഇന്ത്യയെ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് മറ്റൊരു സ്ഥലത്തിലേക്ക്, ഈ ലോകത്ത് തന്നെ 3ാമത്തെ 4ാമത്തെ ശക്തിയാക്കി വളർത്തുന്നതിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു അതികായകൻ, പാവപ്പെട്ട ഇത്രയും 82 വയസ്സായിട്ട് പോലും 1 മണിക്കൂർ പോലും ഉറങ്ങാതെ ഇന്ന് വരെ അദ്ദേഹം ഒരു ആശുപത്രി കിടന്നതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? ഒരു ഹോസ്പിറ്റൽ. പ്രധാനമന്ത്രിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്, പ്രധാനമന്ത്രിയെ ഞങ്ങളാണ് നോക്കുന്നത്, ഇന്ന് അദ്ദേഹത്തിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അസുഖങ്ങളൊന്നുമില്ല എന്നൊരു വാർത്താക്കുറിപ്പ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്രയും വർഷത്തിനിടയിൽ? എന്തുകൊണ്ടെന്നറിയാമോ? ഒരു ഈശ്വര ചൈതന്യമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. സത്യം പറഞ്ഞാൽ ദൈവതുല്യനാണ്. കാരണം ഡെഡിക്കേറ്റഡ് ആണ്. നമ്മൾ ഒരു കാര്യത്തിന് നിസ്വാർത്ഥ സേവകരായിട്ട്, ഞാൻ ഒരു RSS കാരനല്ല, പക്ഷെ എനിക്ക് RSSനെ ഭയങ്കര ഇഷ്ടമാണ്. എന്തെന്നറിയാമോ? ഇവിടുത്തെ RSSന്റെ നേതാക്കൾ ആരാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? അവരെപ്പോഴും പിന്നണിയിലാണ്. അവർക്ക് പേര് വേണ്ട, പ്രശസ്തി വേണ്ട, ഫോട്ടോ വേണ്ട, വീഡിയോ വേണ്ട, അവരുടെ പടം വാൾപോസ്റ്ററായിട്ട് ഒട്ടിക്കേണ്ട, ഒന്നും വേണ്ട. അവര് നിസ്വാർത്ഥ സേവകരായിട്ട് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഭാരതത്തെ അമ്മയായിട്ട് കണ്ടുകൊണ്ട്, ഭാരതാംബയായിട്ട് കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ സമൂഹമാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ സൈന്യമാണ് അവര്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഒരു സ്വകാര്യ സൈന്യം, ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള സ്വകാര്യ സൈന്യം എന്ന് പറഞ്ഞാൽ RSS ആണ്. അപ്പൊ അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അവരുടെ വർക്കാണ് ഈ ഇന്ത്യയെ അവർ പിടിച്ചെടുത്തത്. ഒരു സംശയം വിചാരിക്കേണ്ട. ഭാരതീയ ജനതാ പാർട്ടിയുടെ ചലിക്കുന്ന എഞ്ചിൻ, ട്രെയിൻ കാണുമ്പോൾ, ട്രെയിൻ നമ്മൾ കാണുന്നു, ഇത്രയും ബോഗികൾ നീങ്ങുന്നു. എന്താണ്? ആ എഞ്ചിൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് സത്യത്തിൽ RSS ആണ്. ഒരു തർക്കവും കരുതില്ല. ആ RSS കൃത്യമായിട്ട് ഒരു ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ നാട് ഇത്തരത്തിൽ പോകുന്നത്. ഇപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇടതുപക്ഷവും അതുപോലെ തന്നെ വലതുപക്ഷവും എത്ര വലിയ തീവ്രവാദികളായിക്കോട്ടെ, എത്ര മൗലികവാദികളായിക്കോട്ടെ, ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവരായിക്കോട്ടെ, അവരുടെ വോട്ട് കിട്ടിയാലും SDPI ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യയുമായി ചേർന്ന് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇന്ത്യ പരാജയപ്പെടുകയും പാകിസ്ഥാൻ ജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വിജയാഹ്ലാദ പ്രകടനം നടത്തുന്ന ഒരു ടീമാണ് SDPI, PFI, പോപ്പുലർ ഫ്രണ്ട്. അപ്പൊ ഇതുപോലെയുള്ള തീവ്ര നിലപാടെടുക്കുന്ന തീവ്ര ജാതിയും മതവും ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിഷയമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടനകളുടെ വോട്ട് കിട്ടിയാൽ പോലും കുഴപ്പമില്ല, നമുക്ക് ജയിച്ചാൽ മതി എന്ന് തീരുമാനമെടുക്കുന്ന ഇടതുപക്ഷത്തെ ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു തർക്കമില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ BJPയുടെ ലക്ഷ്യം എന്താണ്? കോൺഗ്രസ് മുക്ത ഭാരതമാണെങ്കിൽ LJPയുടെ ലക്ഷ്യം കമ്മ്യൂണിസ്റ്റ് മുക്ത കേരളമാണ്. ഒരു സംശയമില്ല കാര്യത്തില്. നമുക്ക് ഇവന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ഒരു കാര്യം മനസ്സിലാക്കുക, ഒരാള് മാത്രമേ ഉള്ള ഭരണാധികാരിയായിട്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അസംതൃപ്തരായിട്ടുള്ള ഒരു വലിയ സമൂഹം ഇടതുപക്ഷത്തിന്റെ അടിത്തട്ടിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. കാരണം പിണറായി വിജയൻ മാത്രമല്ല, ചിരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ ഫോട്ടോ മാത്രമാണ് പാറശാല മുതൽ കാസർഗോഡ് വരെ റോഡുകളിൽ ഫ്ലെക്സ് ആയിട്ട് വെച്ചിട്ടുള്ളത്. വേറെ ഒരു നേതാവും ആ പാർട്ടിക്കകത്തില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു നേതാവും ഇല്ലേ? ആ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് ഒരു നേതാക്കളും പങ്കുവച്ചിട്ടില്ലേ? ഇന്ന് വരെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആരുമില്ലേ? അപ്പോ ഏകാധിപത്യം, യഥാർത്ഥ ഏകാധിപതി പിണറായി വിജയനാണ്. യഥാർത്ഥ സ്വേച്ഛാധിപതി പിണറായി വിജയനാണ്. യഥാർത്ഥത്തില് പണ്ട് കാലത്ത് നടന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്നറിയാമോ? ഇപ്പോ എന്തുകൊണ്ടാണ് റീജയും അതുപോലെ തന്നെ നമ്മുടെ ബിന്ദു കൃഷ്ണയും ഒക്കെ തന്നെ ആ ഒരു സ്നേഹബന്ധം ഉണ്ടാവുന്നത്? നമ്മൾ ഇറങ്ങുന്നു,
നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, പോസ്റ്റ് ഒട്ടിക്കുന്നു, നമ്മളെല്ലാവരും പരിപാടികളിൽ പങ്കെടുക്കുന്നു, നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു. അപ്പൊ നമുക്കുണ്ടാവുന്ന ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട്, ഒരു സ്നേഹമുണ്ട്, ഒരു വിശ്വാസമുണ്ട്. ഇതാണ് ഏതൊരു പ്രസ്ഥാനത്തിന്റെയും, രാഷ്ട്രീയ പ്രസ്ഥാനമായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഏതിന്റെയും അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞത്. ഇന്ന് ഈ ഇടതുപക്ഷത്തിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയും ഒക്കെ രാവിലെ എണീറ്റ് നോക്കുമ്പോ അവരുടെ വീട്ടുമുറ്റത്തും അതുപോലെ തന്നെ ജംഗ്ഷനിലും വലിയ വലിയ ഫ്ലെക്സുകൾ അടിച്ചു കെട്ടിരിക്കുകയാണ്. ആരെന്നറിയാമോ? ഇവന്റ് മാനേജ്മെന്റ് ടീമുകൾ. അവരൊന്നും പ്രവർത്തിക്കണ്ട, ഒരു സ്ഥലത്ത് ഇറങ്ങിപ്പോണ്ട, ഒന്നും ചെയ്യണ്ട. വീടുകളില് ലെറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട്, പത്രിക കൊടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവകാശ പത്രികയുടെ ഓരോ പേപ്പറുകള്, അവരുടെ റിപ്പോർട്ടുകള്, അവരുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കൊടികെട്ടാൻ, ഒരു പരിപാടിക്ക് കൊടികെട്ടാൻ ആരും പോണ്ട, ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അവർ രാവിലെ മുതൽ ബംഗാളികളും ബീഹാറികളും ഒക്കെ ഇറങ്ങി നടന്ന് ഈ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകളുടെ പേരിൽ റോഡ് മുഴുവൻ കൊടികെട്ടിക്കോളും. അപ്പൊ പാർട്ടിക്കാർക്ക് പ്രവർത്തനമില്ല. കാര്യം എന്തറിയാമോ? കോടിക്കണക്കിന് രൂപയുണ്ട്. ഒരു കാര്യം കൂടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ത്രിപുരയിലും ബംഗാളിലും ഒക്കെ തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധപ്പതിച്ച് അവിടെ ആരുമില്ലാതെ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയും ഓടി ഒളിച്ചപ്പോ അവർക്ക് ചേക്കേറാൻ വേണ്ടിയിട്ടും ബറോട്ട അടിക്കാനും കേരളം ഉണ്ടായിരുന്നു എങ്കിൽ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ഇവിടെ വിട്ടുപോയാൽ ബറോട്ട അടിക്കാനോ കൂലിവേല ചെയ്യാനോ ഒരു സംസ്ഥാനം പോലും ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ഓർമ്മിച്ചിരിക്കണം. വേറെ ഒരു സ്ഥലവും ഇല്ല അവർക്കിനി. ആകെ ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ ഒരു സ്ഥലത്ത് നിന്ന് തൂത്തു കൂട്ടിക്കൊണ്ടൊന്ന് ഈ മൂലയെ വെച്ചിരിക്കുകയാണ്. ഇവിടുന്ന് നേരെ ഇനി അടുത്ത ബംഗാൾ ഉൾക്കടലില് ഇല്ലെങ്കിൽ അറബിക്കടലിൽ കളഞ്ഞാൽ ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഈ കള്ളത്തിന്, നേരത്തെ നമ്മുടെ പ്രശാന്ത് പറഞ്ഞു, ഈ ഒരു സാധനത്തിന് കൂടിപ്പോയി കഴിഞ്ഞാൽ 50,000 രൂപയാവും. ഇതിന് ഒരു ദിവസത്തെ വാടക 500 രൂപയാണ്. ഈ 500 രൂപ ഒരു ദിവസത്തെ വാടകയ്ക്ക് കൊടുക്കുന്നതിന് പകരം നമ്മളാണ് കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു സാധനം വാങ്ങി വെച്ചിട്ട് അത് പെർമനന്റ് ആയിട്ട് ഉപയോഗിക്കില്ലേ? ഒരു കുഞ്ഞു കാര്യമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാ മാസം 6,000 രൂപ വെച്ചിട്ട് എല്ലാവരും പാവങ്ങളുടെ പൈസയല്ലേ നമ്മൾ എന്തിനു കളയുന്നത് എന്ന് ചിന്തിക്കും. വേണ്ട, ഇത് വാടകയ്ക്ക് എടുത്താൽ 500 രൂപയാവുള്ളൂ. ആ 500 രൂപയ്ക്ക് പകരം 6,000 രൂപ വെച്ച് എഴുതി എടുക്കണമെങ്കിൽ അവന്റെയൊക്കെ തൊലിക്കെട്ടി ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു മനസാക്ഷി, ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് കണ്ടുപിടിക്കുമെന്നെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ആരെന്ത് ചിന്തിച്ചാലും ആരെന്ത് വിചാരിച്ചാലും ഞങ്ങൾക്ക് ഒരു കുന്തവും ഇല്ല, ഞങ്ങൾ ഇതിന്റെ അപ്പുറം ചെയ്യും എന്നുള്ള ഒരു ധാർഷ്ട്യം ഇവിടെ ഉണ്ട്. അത് അവസാനിപ്പിച്ചു കൊടുക്കുന്നതിന് നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണ് ഈ അവസരം. ഈ അവസരത്തില് NDAയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്ത 9 ദിവസം നമ്മൾ മെയ് മറന്ന് രാത്രിയെ പകലാക്കി പകലിനെ രാത്രിയാക്കി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ട് ഇവരെ വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.